എല്ലാവരും ഓടുന്നുണ്ട് കാരണം ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് യൂണിയൻ മെട്രോ സ്റ്റേഷനിലാണ് ദുബായിൽ ദേര. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അബുദാബിക്ക് പോകണം. ദുബായിൽ നിന്ന് അബുദാബിക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത്. ആ ബസ്സിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ഇപ്പോൾ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ അൽ ഹുബൈബ് മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ് മെട്രോയിൽ. അവിടുന്ന് നമ്മൾ ബസ് കയറി അബുദാബിക്ക് നേരെ പോകും. അങ്ങനെയാണ് നമ്മൾ പ്ലാന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിലുള്ള ഇപ്പോൾ ഇവിടുന്ന് യൂണിയൻ മെട്രോയിൽ കയറി ഉബൈബിക്ക് പോകുന്ന വീഡിയോ ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും കാണാം. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഈ ദുബായുടെ നോൾ കാർഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്കാൻ ചെയ്യണം. അതനുസരിച്ച് നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകട്ടോ. അപ്പോൾ നമുക്ക് അൽ ഹുബൈബ മെട്രോ സ്റ്റേഷനിലേക്ക് പോകേണ്ടത് പ്ലാറ്റ്ഫോം 4-ലാണ്. പ്ലാറ്റ്ഫോം 4-ലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോകാം. അപ്പോൾ അവിടെ മെട്രോ വന്നിക്കണു. എല്ലാവരും ഓടുന്നുണ്ട് കാരണം മെട്രോ പെട്ടെന്ന് വന്നിട്ടുണ്ട്. പ്രശ്നമില്ല, അടുത്ത മെട്രോ ഉണ്ടാവും. ഇത് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ബനിയാസ് സ്ക്വയർ എന്നാണ് മെട്രോ സ്റ്റേഷന് ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് 2-3 മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അൽറാസാണ്. അൽറാസും കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ട അൽ ഹുബൈബ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അവിടെ നിന്നാണ് അബുദാബിക്കുള്ള ബസ് പോകണം കേട്ടോ. നമുക്ക് അവിടെ ഇറങ്ങാൻ വേണം. മെട്രോയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. സമയം 1 മണി, ഉച്ചക്ക് 1 മണിയായിട്ടുണ്ട്. അടുത്ത സ്റ്റേഷൻ അതായത് ഹുബൈബ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് കേട്ടോ. നമ്മൾ അൽ ഹുബൈബ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് ബസ് സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ നിന്നാണ് നമുക്ക് അബുദാബിക്കുള്ള ബസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ളത്. അബുദാബിക്ക് പോകാനുള്ള ബസ് അവിടെയാണ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഇവിടെ ഗ്രീൻ ലൈന് ആയാലും നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാൻ പറ്റും. അവിടെ സിഗ്നൽ റെഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ അൽ ഹുബൈബ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബസ് കയറിയിട്ട് വേണം നമുക്ക് അബുദാബിക്ക് പോകാൻ. ഇവിടെ ആദ്യം ഏത് ബസ് നോക്കണം കേട്ടോ. ഓരോ ലൈനിലും ഓരോരോ സ്ഥലത്തേക്കുള്ള ബസ്സായിരിക്കും. ഷാർജയ്ക്കും അലൈനിക്കും ഒക്കെ ഉള്ള ബസ് ഉണ്ടാവും. ഇവിടുന്ന് ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട ബസ്സിൻ്റെ ടൈമാണ് ഇതിലേക്ക് തന്നിരിക്കുന്നത്. നമ്മൾ അബുദാബിക്കുള്ള ബസ് വെയിറ്റ് ചെയ്ത് ക്യൂവിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. കയറാൻ പോകുന്ന ബസ് ഈ 100 എന്ന് പറഞ്ഞിട്ടുള്ള പേരിലുള്ള നമ്പർ ബസ്സാണ്. ഈ 100 ആണ് ഈ ബസ്സിന്. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൽ കയറി നിന്നിട്ടുണ്ട്. അബുദാബിക്കുള്ള 1:35 ബസ് എടുക്കുക. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഏകദേശം ബാക്ക് സീറ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിൻഡോ സൈഡിൽ കിട്ടിയിട്ടുണ്ട്. അത് കാഴ്ചകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, കാണാനും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഉഷാറാവും. അപ്പോൾ അബുദാബിക്ക് നമ്മളൊരു സുഹൃത്തിൻ്റെ അവിടേക്ക് പോകാനുള്ള ഇപ്പോൾ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇവിടുന്ന് ഏകദേശം 1-2 മണിക്കൂറുണ്ട് തോന്നുന്നുണ്ട് അബുദാബിക്ക്. 1-1.5 മണിക്കൂർ എന്തായാലും വരും. അങ്ങനെ നമ്മുടെ ബസ് ഹുബൈബ ബസ് സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട്. ബസ്സിൽ നമുക്ക് USB പോർട്ടും പിന്നെ അതുപോലെ C ടൈപ്പിൻ്റെ പോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ചാർജ് ചെയ്യാൻ പിന്നെ നല്ല ബസ്സാണ്. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളിയാണ്. ദുബായിലൂടെ അബുദാബി റോഡിലാണ് കയറിയിട്ടുള്ള ഹൈവേ. ഇവിടുത്തെ നാഷണൽ ഹൈവേ തന്നെയാണ്. ഇവിടെ ചില വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ പിന്നെ പെട്ടെന്ന് തന്നെ വർക്കൊക്കെ ചെയ്യും. അതായത് നമ്മുടെ ഈ റോഡൊക്കെ വല്ല കംപ്ലൈൻറ്റ് പറ്റി വന്നാൽ പെട്ടെന്ന് വർക്ക് ചെയ്യും. കാരണം അങ്ങനത്തെ റോഡുകളല്ലേ. റോഡൊക്കെ എടുത്ത് വരാൻ കിടിലൻ റോഡാണ്. അടിപൊളി സ്മൂത്തായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചാൽ പറ്റുന്ന റോഡുകളാണ്. ഇത് ഇവിടുത്തെ ഒരു മെട്രോ സ്റ്റേഷനാണ്. ആ ദൂരെ കാണുന്ന 2
ഇരട്ട കെട്ടിടമുണ്ടല്ലോ, അത് ബുർജ് അറബ് കെട്ടിടമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് താഴെ ഇനി അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക, അത് ബുർജ് അറബ് തന്നെയാണോ എന്ന്. അതിൻ്റെ പിന്നിലായിട്ട് ബുർജ് ഖലീഫ കെട്ടിടമുണ്ട്. ദുബായിൽ നിന്ന് ഷെയ്ഖ് സായിദ് റോഡിലൂടെയാണ് നമ്മുടെ യാത്ര. വലിയ വലിയ റോഡുകളിലൂടെ, ഈ പറഞ്ഞ പോലെ നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ. അതായത് ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ വണ്ടികൾ. ആ ദൂരെ കാണുന്നതാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ദുബായിത്തെ. അതായത് ദുബായിലെ മ്യൂസിയമാണ് ഇപ്പോൾ ഓപ്പണായി കൊടുക്കുന്നുണ്ട്. ബസ്സിൽ ചിലവർ ഉറക്കത്തിലാണ്, ചിലവർ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കണം കേട്ടോ.
ആ കാണുന്നതാണ് ഷെയ്ഖ് സായിദ് മസ്ജിദ്, ഫേമസ് ആയിട്ടുള്ള അബുദാബിയിലെ മസ്ജിദാണിത്. ഹുബൈബ ബസ് സ്റ്റേഷനിൽ നിന്ന് അബുദാബി ബസ് സ്റ്റേഷനിലേക്ക് നമുക്ക് ഏകദേശം 30 ദിർഹംസാണ് വരുന്നത്. അത് നോൾ കാർഡ് വഴി നമ്മൾ ബസ്സിൽ കയറുമ്പോൾ തന്നെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് അതിലൂടെ അവർ പൈസ പിൻവലിക്കുകയാണ് ചെയ്യുക. 30 ദിർഹംസാണ് ഏകദേശം 700 രൂപ ഇന്ത്യൻ റുപ്പി നമുക്ക് വരുന്നുണ്ട് ചാർജ്. പക്ഷെ ഏറ്റവും നല്ലത് ബസ്സിൽ തന്നെയാണ്. മറ്റേ ടാക്സിയിലും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിക്കും നല്ല ഒരുപാട് ചാർജ് കൂടുതലാണ്. നല്ല ഭംഗിയുള്ള 2 ഇരട്ടക്കെട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഹൈറ്റുള്ള നല്ല രസമുണ്ട് കാണാൻ. ഷെയ്ഖ് സായിദ് മസ്ജിദിന്റെ ഒരു അടുത്ത് നിന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറൊരു ബസ്സിൽ കയറിയപ്പോഴാണ് ഈ വ്യൂ നമുക്ക് കിട്ടിയത്. അപ്പം നമ്മളങ്ങനെ അബുദാബി ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ദുബായിൽ നിന്ന് അബുദാബി ബസ് സ്റ്റേഷനിലേക്ക് ഏകദേശം 3:55 ഇപ്പോൾ സമയം. 2.5 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ടായിരുന്നു നമുക്ക്. എന്തായാലും യാത്ര ഉഷാറിനായിരുന്നു. നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ വീഡിയോ എത്ര ഉള്ളൂ അബുദാബി ബസ് സ്റ്റേഷൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ അബുദാബിയും അതേമാതിരി ദുബായിലൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, താഴെ അറിയിക്കുക. അതുപോലെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.